നീ ഒരു ദൈവമകനും ദൈവമകളാണല്ലോ. നിന്റെ വീട്ടില്, നിന്റെ പരിചയത്തില്, നിന്റെ സൗഹൃദ വലയത്തിൽ ഒരു തളർവാദ രോഗി ഉണ്ടെങ്കിൽ ആ വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ ആ വ്യക്തിയെ ചുമക്കാൻ തയ്യാറാവണം. ആ വ്യക്തി യേശുവിന്റെ പക്കൽ എത്തിക്കാൻ തയ്യാറാവണം. ഇതാണ് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇതാണ് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപക്ഷെ ചെയ്യുന്ന പ്രവൃത്തി എന്നാന്നറിയോ? നമ്മൾ ഇങ്ങനെ രാവിലെ തൊട്ട് ഉപദേശിച്ചോണ്ടിരിക്കും. നീ എന്താ ഇങ്ങനെ കിടക്കുന്നത്? നീ നോക്കിക്കേ, നിന്റെ പ്രായത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു, നീ ഇങ്ങനെ നടന്നു, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളിയല. കഴിഞ്ഞ ദിവസം ഒരുത്തം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവൻ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ രാവിലെ തൊട്ട് എൻ്റെ അപ്പനും അമ്മ എന്നോട് പറയണത്, എന്നെ ഒന്നിനും കൊള്ളിയല, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളിയല, 10 പൈസയുടെ ഗുണമുണ്ടോ, നിനക്ക് പോലെ ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ അല്ലേ? ഇതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ ഈ രാവിലെ മുതൽ നമ്മൾ ഇങ്ങനെ കിടന്ന് ഉപദേശിച്ചും വഴക്ക് പറഞ്ഞും ശകാരപ്പെട്ടുമല്ല ജീവിതം മുന്നോട്ട് നീങ്ങേണ്ടത്. ജീവിതം മുന്നോട്ട് നീങ്ങണമെങ്കിൽ, ആ വ്യക്തിയുടെ തളർച്ച മാറണമെങ്കിൽ ആ വ്യക്തിയെ ചുമക്കാൻ അത്ര എളുപ്പമല്ലെന്ന് ഓർത്തോണം. അത്ര എളുപ്പമല്ല. ആംബുലൻസ് കയറ്റിയാ പോരാ, അത് ചുമന്നുകൊണ്ട് വന്ന് ആ വ്യക്തിയെ മേൽക്കൂര പൊളിച്ച് കയറ് കെട്ടി ഈശോയുടെ പക്കലേക്ക് ഇറക്കിയ 4 പേര്, അവരുടെ പണി അത് നമ്മൾ ഏറ്റെടുക്കണം. എങ്കിലേ നമ്മൾ വഴി മറ്റുള്ളവർ സൗഖ്യം പ്രാപിക്കുകയുള്ളൂ. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥന കൃപയാണ്. നിന്റെ കുടുംബം സമാധാനത്തിൽ പോകണമെങ്കിൽ നീ എന്ത് ചെയ്യാൻ തയ്യാറാവണം? കട്ടില് ചുമക്കാൻ തയ്യാറാവണം. നിന്റെ മകനും മകളും രക്ഷപ്പെടണമെങ്കിൽ നീ എന്ത് ചെയ്യാൻ തയ്യാറാവണം? അവരെ ചുമക്കാൻ തയ്യാറാവണം. നിന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ ചുമക്കാൻ തയ്യാറാവണം. ഒരമ്മ മകൾക്ക് വേണ്ടി കരയാൻ തയ്യാറായപ്പോൾ, ത്യാഗമെടുക്കാൻ തയ്യാറായപ്പോൾ, യേശുവിന്റെ മുമ്പിൽ വരാൻ തയ്യാറായപ്പോൾ, മകൾ തളർന്നു കിടക്കുക. എങ്ങനെ? പിശാച് പിടിച്ചിട്ടിരിക്കുക. ഇതൊരു തളർച്ചയാ. ചില പാപങ്ങളിൽ കിടക്കുന്ന മക്കളുണ്ടോ? അത് തളർന്നു കിടക്കുക. അനുസരണക്കേടെന്ന് രാവിലെ തൊട്ട് നിങ്ങൾ അനുസരണക്കേടെന്ന് ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ടല്ലോ, അതൊരു തളർച്ചയാണ്. ദുഷ്ടാത്മാവ് പിടിച്ച് തളർത്തിയിട്ടിരിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് അത് നമ്മൾ എടുത്താൽ നമ്മുടെ പ്രാർത്ഥന വഴി എന്ത് സംഭവിക്കും? അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. വിശുദ്ധ അഗസ്റ്റിനായത് ആരുടെ പ്രാർത്ഥന കൊണ്ടാ? അമ്മയുടെ പ്രാർത്ഥന. അമ്മ മോനിക്കാമ്മയുടെ പ്രാർത്ഥന. എന്നും കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഒരു ദിവസം ഒരു കത്തീഡ്രൽ പള്ളിയിൽ പോയിട്ട് കരയുമ്പോ അവിടുത്തെ പുരോഹിതൻ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, എന്താ മോളെ നീ ഇങ്ങനെ കരയുന്നേ? എന്താ മോളെ ഇങ്ങനെ കരയുന്നേ? എന്റെ മകൻ വലിയ പാപാവസ്ഥയിലാ, സങ്കടത്തിലാച്ചാ, എന്താ ചെയ്യണ്ടേ? അപ്പോ പറഞ്ഞു, വിഷമിക്കേണ്ട, നിന്റെ കണ്ണുനീര് അനുഗ്രഹമാകും. കരയുന്നൊരമ്മയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്ന് മാത്രമല്ല, ഈ കണ്ണുനീര് മകനിലൂടെ അനുഗ്രഹമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1-2 വർഷമല്ല, നീണ്ട 38 വർഷം അല്ലേ? വർഷങ്ങളോളം അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഫലമെന്താ? എന്താ ഫലം? മകൻ വിശുദ്ധ അഗസ്റ്റിനായി പ്രാർത്ഥിച്ച് കരഞ്ഞ ഈ അമ്മ വെറും മോനിക്കാമ്മയായിരുന്നു, വിശുദ്ധ മോനിക്കാമ്മയായി. അന്ന് പറഞ്ഞ ആ വൈദികൻ പിന്നീട് അത് മെത്രാപ്പോലിത്തെ വിശുദ്ധ അംബ്രോസ് ആയിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ നീ വിശ്വസിക്കണം. നീ ഇവിടെ ഇരിക്കുമ്പോ വിശ്വസിക്കണം, എന്റെ കണ്ണുനീരിനും എന്റെ പ്രാർത്ഥനയ്ക്കും വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നിന്റെ വിശ്വാസം കണ്ട് ദൈവം ഇടപെടും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 5-ാം തിരുവചനം. പഴയ നിയമത്തിലെ ജോസഫിനെ ഓർത്ത്, ബൈബിൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത്, ജോസഫിനെ ഓർത്ത് ദൈവം ഈജിപ്തുകാരന്റെ കുടുംബത്തെ, സമ്പത്തിനെ, അവന്റെ ജീവിതത്തെ മുഴുവൻ അനുഗ്രഹിച്ചു. ജോസഫിനെ ഓർത്ത് എന്ന് പറഞ്ഞാൽ നിന്നെ ഓർത്ത്, നിന്റെ കുടുംബത്തെ ദൈവം ഇടപെടും. നിന്നെ ഓർത്ത്, നിന്റെ ത്യാഗമോർത്ത്, നിന്റെ കണ്ണുനീര് കണ്ട് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവം ഇടപെടും. പഴയ നിയമത്തിൽ എന്നും ധ്യാനിക്കാൻ പറ്റിയൊരു വ്യക്തിയാണ് ജോബ്. പഴയ നിയമത്തിലെ ജോബിനെ കുറിച്ചൊരു വചനമുണ്ട്. ജോബ് 1-ാം അധ്യായം 5-ാം തിരുവചനം, ജോബിന്റെ പുസ്തകം. ജോബ് എന്നും
സ്വന്തം കാര്യം ചിന്തിച്ച് ബലിയർപ്പിച്ചൊക്കെ ജീവിക്കുമായിരുന്നു. എൻ്റെ വീട്, എൻ്റെ കാര്യം. എന്നാൽ രോഗവും പീഡകളും കഷ്ടപ്പാടുകളെല്ലാം വന്നു കഴിഞ്ഞിട്ട് ജോബിന്റെ പ്രാർത്ഥനാ ശൈലിയിൽ ഒരു മാറ്റമുണ്ട്. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 10. ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്തു പറ്റി? വചനം പഠിപ്പിക്കുന്നു, ദൈവം ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു. അടുത്ത വചനം എന്താണെന്നറിയോ? ഇരട്ടിയാക്കി കൊടുത്തു. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. എന്റെ ഈശോയെ, ചില പാപാവസ്ഥകളിൽപ്പെട്ട, ദുശീലങ്ങളിൽപ്പെട്ട എൻ്റെ വീട്ടിലും ചിലരുണ്ട്. കർത്താവേ, എൻ്റെ കർത്താവേ, അവർക്ക് വേണ്ടി ഞാൻ ഇതാ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു തീരുമാനം ഈ സമയം ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുന്നു. അവര് സൗഖ്യം പ്രാപിക്കാൻ അവരുടെ കട്ടിൽ ചുമക്കാനുള്ള തീരുമാനം, അവരെ തമ്പുരാന്റെ സന്നിധിയിൽ എത്തിക്കാനുള്ള തീരുമാനം, കർത്താവേ, ത്യാഗമെടുക്കാനുള്ള തീരുമാനം. ഇതൊരു നിയോഗമാണ്. നിന്നിലൂടെ നിന്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ട കാര്യം, നിന്നിലൂടെ നിന്റെ ദേശത്ത് സംഭവിക്കപ്പെടേണ്ട കാര്യം. കർത്താവേ, മറ്റുള്ളവരുടെ കട്ടിൽ ചുമക്കുമ്പോൾ വിഷമമുണ്ട്, ഭാരമുണ്ട്, ശാരീരികമായിട്ടുള്ള ഒത്തിരിയേറെ ക്ലേശങ്ങളുണ്ട്. കർത്താവേ, ഞാനതാ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയം പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടട്ടെ. നമ്മുടെ പ്രാർത്ഥന വഴി അനേകര് ദൈവത്തിന്റെ ആത്മാവാൽ നിറയപ്പെടട്ടെ. വലിയൊരു വിശുദ്ധീകരണം ദൈവത്തിന്റെ ആത്മാവെ സംഭവിക്കപ്പെടട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനം, ഓൺലൈനിൽ ഓഫ്ലൈനിൽ പങ്കെടുക്കുന്ന ദൈവജനം, നമ്മുടെ പ്രാർത്ഥന വഴി കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.